അപ്പോൾ ഈ വിട്രിഫൈഡ് ടൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടയ്ക്കും തോറും ഫിനിഷിങ് കൂടിയേ വരത്തുള്ളൂ. അതായത് മാർബിളും അത് തന്നെയാണ്. നമ്മൾ മാർബിൾ നല്ല രീതിയിൽ ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ട്. നമ്മുടെ മുമ്പത്തെ വീഡിയോകളിലൊക്കെ നമ്മൾ കൃത്യമായി തന്നെ നോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, മണലിൽ ചെയ്ത വർക്കുകൾ ഇന്ന് വരെ വർഷങ്ങളായിട്ടും അതേപോലെ സെറാമിക് ടൈലായാലും വിട്രിഫൈഡ് ടൈലായാലും ഇന്ന് വരെ പൊളിഞ്ഞു വന്നിട്ടില്ല എന്നുള്ളത് ഒരു സത്യമായ ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടൈലുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഏതൊരു തരം ടൈപ്പ് ടൈലുകളാണ് എടുക്കേണ്ടത്, അഥവാ നമ്മുടെ ഫ്ലോറിങ് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. എല്ലാവർക്കും പുതിയ വീട് പണിയുന്ന എല്ലാവർക്കും ഒരു സംശയമാണ്, ഏത് ടൈപ്പ് ടൈലാണ് നമ്മൾ ഫ്ലോറിൽ അല്ലെങ്കിൽ വാളിൽ ഒട്ടിക്കേണ്ടത്. പിന്നെ ഒരുപാട് സംശയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഏത് ക്വാളിറ്റി ഉള്ളതാണ് ഒട്ടിക്കുന്നതെന്നാണ്. നമ്മുടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി വെച്ച് നമ്മൾ മുമ്പിലത്തെ വീഡിയോ ഇട്ടതുപോലെയൊക്കെ തന്നെ മുമ്പിലത്തെ വീഡിയോയിൽ വിട്രിഫൈഡ് ടൈൽ പൊങ്ങി വരുന്നതും പൊട്ടിത്തെറിച്ച് വരുന്ന വീഡിയോകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗമ്മിലൊട്ടിക്കുന്ന ആ ടൈപ്പ് വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഒന്ന് സെർച്ച് ചെയ്യാൻ നമുക്ക് കാണാവുന്നതാണ്. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് സബ്സ്ക്രൈബർമാർ എങ്ങനത്തെ ടൈലുകളാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ചിരുന്ന ഒരാൾ, അപ്പോൾ ഒരു 2000 സ്ക്വയർ ഫീറ്റുള്ള വീടാണ്, അപ്പം ഇച്ചിരി ലോങ് ആണ്. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, നമ്മൾ എങ്ങനെയാണ് സ്പേസർ ഇട്ട് വേണം ഒട്ടിക്കാൻ. സ്പേസറൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മൾ താഴത്തെ ഫ്ലോറൊക്കെ ആണെങ്കിൽ സ്പേസർ വേറെ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ സിമെൻറ്റിൻ്റെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഗ്രേഡിലുള്ള സിമെൻറ്റുകളുണ്ട്. നമ്മൾ കച്ചവടക്കാർ ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞ സിമെൻറ്റ് നോക്കി യൂസ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിമെൻറ്റിൻ്റെ ഗ്രേഡ് ഫ്ലോറിംഗ് പണിയിൽ ഏറ്റവും ഒരു അനിവാര്യം ഒരു ഘടകം തന്നെയാണ് സിമെൻറ്റിൻ്റെ ഗ്രേഡ്. പിന്നെ പഴയതുപോലെ മണലിൽ നമ്മുടെ മുമ്പത്തെ വീഡിയോകളിലൊക്കെ നമ്മൾ കൃത്യമായി തന്നെ നോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, മണലിൽ ചെയ്ത വർക്കുകൾ ഇന്ന് വരെ വർഷങ്ങളായിട്ടും അതേപോലെ സെറാമിക് ടൈലായാലും വിട്രിഫൈഡ് ടൈലായാലും ഇന്ന് വരെ പൊളിഞ്ഞു വന്നിട്ടില്ല എന്നുള്ളത് ഒരു സത്യമായ ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ ഈ ചൂട് വരുമ്പോഴത്തേക്ക് എംസാൻഡാണ് ഇപ്പോൾ കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എംസാൻഡ് ചെയ്യുന്ന വർക്കുകൾ ചൂട് വരുന്നിടത്ത് നല്ല രീതിയിൽ അതിൻ്റെ ഒരു ഡിഫക്റ്റ് കാണുന്നതാണ്. കാരണം ചൂടിച്ച് അടച്ച് മൂടിയുള്ള റൂമും പിന്നെ ആൾതാമസമില്ലാത്ത വീടുകളിലും അടച്ച് ഇടിക്കുമ്പോഴത്തേക്ക് താപനിലയിൽ വ്യതിയാനം പെട്ടെന്നത് ടൈല് പൊട്ടിത്തെറിച്ച് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്ന എംസാൻഡിൽ വിരിച്ചിട്ട് ടൈലിൻ്റെ പകരത്തിൽ ഗമ്മ് തേച്ച് വിരിക്കുന്നത്. അതുദ്ദേശിച്ച് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടൈലിൻ്റെ പ്രതലത്തിൽ പക്ഷേ അല്ലെങ്കിൽ സിമെൻറ്റോ ചേർക്കാൻ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അത് തേച്ച് പഴയ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാത്റൂമുകളിലൊക്കെ ചെയ്തിരുന്നത് പരുക്കൻ തേച്ച് ഉടനെ തന്നെ ഗ്രൗട്ടായിട്ട് ടൈലിന് മുകളിൽ പതിപ്പിച്ച് ഒട്ടിക്കുകയാണ്. അതിൻ്റെ ഒരു സെറ്റിംഗ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീട് എപ്പോഴും നമുക്ക് ഒരു 2 അല്ലെങ്കിൽ 4 വർഷം കഴിയുമ്പോഴത്തേക്ക് എപ്പോഴും റീവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമ്മുടെ ബഡ്ജറ്റ് നമ്മൾ താങ്ങാനും സാധിക്കത്തില്ല. കാരണം ഇതിട്ട് പോയ ടൈൽ വീണ്ടും കുത്തിപ്പൊളിച്ച് കളഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിച്ചതിൽ മേലെ നമുക്ക് നഷ്ടങ്ങൾ മാത്രമാണ് വരുന്നത്. അപ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും നല്ലത് വിട്രിഫൈഡ് ടൈലായാലും സെറാമിക് ടൈലായാലും ഒരു കുഴപ്പമില്ല. വിട്രിഫൈഡ് ആകുമ്പോഴത്തേക്ക് ചൂടിൻ്റെ നല്ലൊരു താപനില വരുന്ന ഏരിയ ആണെങ്കിൽ അത് ചൂടിടിച്ച് പൊളച്ച് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിൽ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ചെയ്യുകയാണെങ്കിൽ വിട്രിഫൈഡ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ ഏറ്റവും നല്ലത് സെറാമിക് തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തെ ഗ്ലോസി ടൈലുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇരുമ്പോ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ ഒരു പീസോ ഉണ്ടെങ്കിൽ വെച്ചോ ഒന്ന് പോറിക്കഴിഞ്ഞാൽ കറുത്ത ഗ്രെയിൻസ് പോലെ പാട് വന്ന് പിന്നെ അതൊരു അപാകതയായിട്ട് വരും. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ചെയ്യുന്നത് നമ്മൾ ഡബിൾ ചാർജ് ചെയ്താലും കുഴപ്പമില്ല. കാരണം ഒരുപാട് യൂസിങ്ങിന് വിട്രിഫൈഡ് ഡബിൾ ചാർജ് തന്നെയാണ് ഏറ്റവും ഫ്ലോറിന് നല്ലത്. പിന്നെ ഒരു കാര്യം കൂടി നമുക്ക് പ്രത്യേകമായിട്ട് പറയാം, ഏത് ഗ്രേഡ് കൂടിയ സിമെൻറ്റ് എടുത്ത് ചെയ്താലും നമ്മൾ ടൈൽ ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് പൊതുവേ ഒരു സംസാരമുണ്ട്, ടൈലിട്ടത് നനയ്ക്കരുതെന്നാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം സിമെൻറ്റ് സെറ്റാകാനായിട്ട് ഒന്നാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പരുക്കൻ ഒരുപാട് നനയ്ക്കാനായിട്ട് ടൈലിടുന്നത്. പിന്നെ അതിന് മേളിൽ ഗ്രൗട്ട് ഒഴിച്ച് ടൈല് ഫിറ്റ് ചെയ്യുന്നു. പിന്നെ അത് എന്തുകൊണ്ട് നനച്ചുകൂടാ? ശരിക്കും പറഞ്ഞാൽ ടൈലിടുന്നു, ടൈലിട്ട് പിറ്റേ ദിവസം നനയ്ക്കരുത്. അതിൻ്റെ പിറ്റേന്ന് പോലെ ശരിക്കും നന്നായിട്ട്, അതായത് നമ്മൾ കോൺക്രീറ്റിൽ വാർക്കയിൽ വെള്ളം കെട്ടി നിർത്തുന്നത് പോലെ തന്നെ ഒരു 2 ഇഞ്ച് കനത്തിൽ വെള്ളം 2 ദിവസത്തേക്ക് നനച്ചിടുക. പിന്നെ അത് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ ആ പരുക്കൻ കോൺക്രീറ്റിന് സമമായിരിക്കും. പിന്നെ ഒരിടത്തേക്കും പൊളിഞ്ഞും വരികയില്ല, ഒന്നും പേടിക്കാനുമില്ല. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ചെയ്യുമ്പോഴത്തേക്കും അപ്പോക്സി ടൈലിലും യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. സെക്കൻഡ് ഫ്ലോർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫ്ലോർ ചെയ്യുമ്പോഴത്തേക്ക് സ്പേസർ നിർബന്ധമാണ്. കാരണം ചൂടിൻ്റെ ഒരു വ്യതിയാനം, ടൈലിൻ്റെ വികസനം, ചൂടിടിച്ച് ടൈലിൻ്റെ
താപനില വരുമ്പോഴത്തേക്ക് ടൈലിൽ ചൂട് അടിക്കുമ്പോൾ അതിൻ്റെ വളയാനും ഒക്കെയുള്ളൊരു ചാൻസ് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അത് ഒരു നിത്യ പ്രശ്നം തന്നെയാണ് ഇപ്പോൾ. പിന്നെ എംസാൻഡ് എപ്പോഴും ചൂടാണ്, കാരണം പാറയിൽ നിന്നും പൊടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചൂടിൻ്റെ ഒരു കണ്ടം നമ്മുടെ മണലെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴകളും മണ്ണുകളും അതിലും മണ്ണും വന്ന് തെളിഞ്ഞ് അരിച്ചു വരുന്ന മണലാണ് നമ്മൾ ഈ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് നല്ല തണുപ്പാണ്, ഈർപ്പം നിലനിർത്തും മണൽ. അപ്പോൾ ഏറ്റവും നല്ലത് മണൽ കിട്ടുമെങ്കിൽ മണൽ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഗമ്മോ കാര്യങ്ങളോ ഒന്നും അതിൻ്റെ അത് ചേർക്കേണ്ടതില്ല. എംസാൻഡ് ആണെങ്കിൽ മസ്റ്റാണ്. ഈ ഗമ്മ് ചേർത്ത് തിരിച്ചാൽ നമുക്ക് 100% നമ്മുടെ വീട് സേഫ്റ്റി ആയിട്ടിരുന്നോളും, യാതൊരു പ്രശ്നവുമില്ല. ഇല്ലെങ്കിൽ സിമെൻറ്റ് തേക്കാം. കാരണം ഇപ്പോൾ ഒരുപാട് ഗമ്മ് കമ്പനിക്കാരും ഉടലെടുത്തിട്ടുണ്ട്. അത് ടൈല് എടുത്തു കഴിഞ്ഞാൽ ഗമ്മ് വേണം എന്നുള്ളൊരു നിർബന്ധം തന്നെയാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ വീട് പണിതപ്പോഴത്തേക്ക് ഈ ഗമ്മ് ഒരിടത്തും യൂസ് ചെയ്തില്ല. കാരണം സിറ്റ് ഔട്ടിലെ പില്ലറിൽ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഡിഫക്റ്റിംഗ് എന്ന് പറയാനായിട്ട് വിട്രിഫൈഡ് ഡബിൾ ചാർജ് അല്ലെങ്കിൽ വിട്രിഫൈഡ് ഫുൾ ബോഡി ടൈലുകൾ മറ്റേ ഇപ്പോഴത്തെ 4x2 അല്ലെങ്കിൽ 6x4 അതേപോലെ വലിയ സ്ലാബ് സൈസ് ടൈലുകളുടെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഗ്ലേസിങ്, അത് ഗ്ലോസി ഫിനിഷിങ് കുറവായിരിക്കും വിട്രിഫൈഡിന് അല്ലെങ്കിൽ ഡബിൾ ചാർജ് ടൈലുകൾക്ക്. കാരണം ഡബിൾ ചാർജ് ടൈല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് വിട്രിഫൈഡും മേൽ ഡബിൾ ചാർജ്. നിങ്ങൾക്ക് അത് പ്രത്യേകം അതിൻ്റെ ടൈലിൻ്റെ സൈഡ് കാണുമ്പോൾ തന്നെ കൃത്യമായി അറിയാൻ സാധിക്കും. ഫുൾ ബോഡി വിട്രിഫൈഡ് ആകുമ്പോൾ ഫുള്ളായിട്ട് ആ കോട്ടിങ് തന്നെയാണ്. ഇപ്പോഴത്തെ വിട്രിഫൈഡ് ടൈൽ എന്ന് പറയുന്ന 4x2 അല്ലെങ്കിൽ അതിന് മേളിൽ വരുന്ന സൈസ് ടൈലുകളെല്ലാം തന്നെ പഴയ ഒരു സെറാമിക് രീതിയിലുള്ള ടൈല് തന്നെയാണ്. കാരണം അതിൻ്റെ മേളിൽ വരുന്ന കോട്ടിങ്ങാണ് വിട്രിഫൈഡ് കോട്ടിങ് വരുന്നത്. അതിന് ചെറിയൊരു നേരത്തെ നമ്മുടെ ഈ നഖത്തിൻ്റെ ഒരു പാട പോലെയാണ് അതിൻ്റെ ഒരു കോട്ടിങ് വരുന്നത്. അത് സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും മാറില്ല. പക്ഷേ നേരെ മറിച്ച് വിട്രിഫൈഡ് ആകുമ്പോഴത്തേക്ക് ചെറിയൊരു സ്ക്രാച്ച് നമ്മൾ വീണ്ടും വീടുകൾ യൂസ് ചെയ്ത് പഴയ സിമെൻറ്റുകളൊക്കെ നമ്മൾ പഴയ വീടുകൾ സിമെൻറ്റിൽ കിടന്നിട്ടുള്ള എല്ലാ പഴമക്കാർക്കും അറിയാം. സിമെൻറ്റ് നമ്മൾ തുടച്ച് വൃത്തിയാക്കുമ്പോൾ ഗ്ലേസിങ് കൂടി നല്ല ഗംഭീരമായിട്ട് ഫിനിഷിങ്ങോടുകൂടി വരാറുണ്ട്. അപ്പോൾ ഈ വിട്രിഫൈഡ് ടൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടയ്ക്കും തോറും ഫിനിഷിങ് കൂടിയേ വരത്തുള്ളൂ. അതായത് മാർബിളും അത് തന്നെയാണ്. നമ്മൾ മാർബിൾ നല്ല രീതിയിൽ ചെയ്യുന്ന വർക്കേഴ്സുണ്ട്. വീട്ടുകാർ റേറ്റ് നോക്കി കൊടുക്കുന്ന വർക്കുകളുണ്ട്. അപ്പോൾ റേറ്റ് കുറച്ച് കൊടുക്കുന്ന വർക്കിൽ അതിൻ്റെതായ ഫിനിഷിങ് കുറവുണ്ടാകും. റേറ്റ് കൂടുതൽ കൊടുക്കുന്നതിന് ഓരോ കല്ലുകളും അതിന് ഓരോ കടമ്പകളുണ്ട്. ഓരോ കല്ലിൻ്റെ ഗ്രേഡ് അനുസരിച്ച് ഫിനിഷ് ചെയ്ത് വർക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈട് നിൽക്കും. ഒരു പ്രാവശ്യം മാർബിൾ വിരിച്ച് മിറർ അടിച്ച് കഴിഞ്ഞാൽ, നല്ല പക്കയായിട്ട് മിറർ അടിച്ച് കഴിഞ്ഞാൽ ആയുഷ്കാലം പിന്നെ അത് പോളിഷ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഇപ്പോഴത്തെ രീതി വെച്ച് മാർബിൾ 35 രൂപ 30 രൂപ മുതൽ അവൈലബിൾ ആണ്. അപ്പം നമുക്കൊരു ഏകദേശം 70 രൂപ മുതൽ സ്റ്റാർട്ടിങ്ങുള്ള മാർബിൾ എടുത്തു കഴിഞ്ഞാൽ യാതൊരു തേയ്മാനോ കളർ ഫേഡിങ്ങോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ടൈല് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കായാലും കൃത്യമായി തന്നെ നോക്കി ടൈല് തിരഞ്ഞെടുക്കുക. ടൈലിൽ പ്രീമിയം ക്വാളിറ്റി ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്, സെക്കൻഡ്സ് ഉണ്ട്. ചിലവർ സെക്കൻഡ്സ് വന്നിട്ട് പ്രീമിയം ആണെന്ന് പറയുന്നു, സ്റ്റാൻഡേർഡ് വന്നിട്ട് പ്രീമിയം ആണെന്ന് പറഞ്ഞ് റേറ്റ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നു. പിന്നെ അതിൻ്റെ ഡിഫക്റ്റ് ഒക്കെ ക്ലിയർ ആക്കുന്നത് ഇപ്പോൾ സ്പേസർ പോലെയുള്ള അപ്പോക്സി ഇട്ട് ചെയ്താണ്. ഇപ്പോൾ അതിൻ്റെ ബെൻഡിങ് കാര്യങ്ങൾ പ്രത്യേകിച്ച് പെട്ടെന്ന് അറിയാൻ സാധിക്കില്ല. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. നമ്മൾ തുടർന്നുള്ള വീഡിയോകളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. കാരണം വേറൊരു കാര്യം കൂടി പറയാം. നമ്മൾ ഒരു ഷോപ്പിൽ ഒരു പ്രഗത്ഭനായ രീതിയിൽ എപ്പോക്സി റിമൂവറുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൊട്ടിഘോഷിച്ച് പരസ്യമൊക്കെ ചെയ്തിരുന്നു. ഇവിടെ ഒരു ആലപ്പുഴ ജില്ലയിൽ നിന്ന് തന്നെ വിളിച്ചിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ഫോട്ടോ ഇട്ട് ഡബിൾ ചാർജ് മാറ്റ് ഫിനിഷ് ഫുൾ ബോഡി വിട്രിഫൈഡ് മാറ്റ് ഫിനിഷിൽ അപ്പോക്സി ചെയ്തത് ശരിയായില്ല, വർക്കേഴ്സ് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് മൊത്തം കറ പിടിച്ച് കിടക്കുകയാണ്. ഏകദേശം 10 ദിവസമായിട്ടുണ്ടെന്ന് പറഞ്ഞു. കറ പിടിച്ച് പാണ്ടായി മൊത്തം കറുത്ത കുത്തുകുത്ത് പാടായിട്ട് അപ്പോക്സി പോകാണ്ട് തുടച്ചിട്ട് ക്ലിയർ ആകാണ്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അവർ ചോദിച്ചു അപ്പോക്സി റിമൂവർ ഉപയോഗിച്ചാൽ ക്ലിയർ ആകും. ഞാൻ പറഞ്ഞു ഇത്ര 10 ദിവസം മുകളിലായില്ലേ, ആകാൻ ചാൻസ് കുറവാണ്. അപ്പോക്സി റിമൂവറിൻ്റെ ഈ പരസ്യം ചെയ്യുന്ന ആ ഷോപ്പിലേക്ക് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴത്തെ അവിടുത്തെ അവർ നമ്പർ കൊടുത്തിരുന്ന നമ്പറിൽ വിളിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അപ്പോൾ തന്നെയാണെങ്കിൽ അല്ലെങ്കിൽ പിറ്റേ ദിവസമാണെങ്കിൽ ചിലപ്പോൾ പോയേക്കും, ഗ്യാരണ്ടി ഒന്നുമില്ല എന്ന്. അവർ ആ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ഗ്യാരണ്ടിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ചെയ്തതാണ്, യാതൊരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു മട്ടിലാണ്. ഞാൻ പറഞ്ഞു നമ്മൾ വന്ന് ചെയ്തു തരാം, നിങ്ങൾ വർക്കേഴ്സ് ചെയ്തവരുടെ അടുത്ത് ക്ലിയർ ആക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കില്ലെങ്കിൽ നമ്മൾ വന്ന് അതിൻ്റെ വരുന്നതിൻ്റെയും ബാക്കിയുള്ള മാക്സിമം ചെയ്യാവുന്നതിന് മാക്സിമം ഒരു ക്ലിയറാക്കി നമ്മൾ ചെയ്തു തരും. അപ്പോൾ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഞാൻ പിന്നെ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചില്ല അവരങ്ങനെ ചെയ്തോന്നുള്ള അറിയില്ല, ചെയ്തിട്ടുണ്ടോ എന്നും അറിയില്ല. കാരണം അത് അപ്പോക്സി 10 ദിവസം കറ മാറ്റ് ഫിനിഷിലായതുണ്ടെങ്കിൽ പോകാൻ ഇച്ചിരി മടിയാണ്.
മടിയാന്നല്ല, പോകാനുള്ള വേറൊരു കെമിക്കലുകൾ ഉപയോഗിച്ചിട്ട് യാതൊരു കാര്യമില്ല എപ്പോക്സിയിൽ, ഫുൾ ബോഡി വെട്രിഫൈഡ് ആയതുകൊണ്ട് തന്നെ. അത് ഉചിതമായ നല്ല വർക്കേഴ്സിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളോ യാതൊന്നും ഉദിക്കുന്നുമില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു എക്സ്പീരിയൻസ് ഉള്ള വർക്കേഴ്സിനോട് നമ്മുടെ വീടിൻ്റെ വർക്കുകൾ കൊടുക്കുക. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉപയോഗിച്ച്, സിമെൻ്റ് ആയാലും നല്ല ക്വാളിറ്റിയുള്ള ഗ്രേഡ് കൂടി സിമെൻറ്റ് ഉപയോഗിച്ച് വിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വരുന്നു. അടുത്ത വീഡിയോയിൽ കാണുക. എല്ലാവർക്കും ബൈ.